ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് കറിയുടെ റെസിപ്പി ഒന്ന് നോക്കാം. ഞാൻ നന്നായിട്ട് ഒരു 3/4 കിലോ ബീഫ് ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിൽ ഒരു 15 വിസിൽ അടുപ്പിച്ചെടുക്കാം. ബീഫ് നന്നായിട്ട് വെന്തൊക്കെ കഴിയുമ്പോൾ അത് മാറ്റി വെച്ച് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ 2-3 ഗ്രാമ്പൂ ഏലക്കയും കൂടി ചേർക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് അതിലോട്ട് സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇനി വഴറ്റിയെടുക്കാം. സവോളയൊക്കെ വഴന്ന് ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ വഴറ്റിയെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് വേവിച്ച സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കുക. പിന്നീട് അതിലേക്ക് ഒരു തക്കാളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം വേണ്ടവർക്ക് വെള്ളം കുറച്ചുകൂടി, നമുക്ക് കറി ചാറ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഇങ്ങനെ ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.